ഇവന്റെ പേര് മുഹമ്മദ് സഫാൻ. ഇവൻ ആക്ച്വലി സൗദിയിലായിരുന്നു. പെഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്ത് ഈ മരിച്ച ന്യൂസ്, നമ്മളൊരു കേരളത്തിൽ പട്ടാൾക്കാരൻ മരിച്ചിട്ടുണ്ട് രാമചന്ദ്രൻ നാട്ട്, അവർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്ത വരുന്ന സമയത്ത് ഈ വ്യക്തി കമന്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇവൻ ആക്ച്വലി കമന്റ് ചെയ്തെന്ന് വെച്ചാൽ ഇവർ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തും, ഇവരെ പോലെ എന്തോ കുറെ ആൾക്കാരുണ്ട്, പട്ടാളമായിട്ട് ഏറ്റുമുട്ടും, കശ്മീർ ഇതാക്കും, ഇനിയും ആളുകളെ കൊല്ലും, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആശയം മാറൂല, അതുകൊണ്ട് അള്ളാഹു അക്ബർ മറ്റേ എന്താ ഇസ്ലാം, ഇവന്റെ മതം ആണ് ആക്ച്വലി ഇവൻ ഈ അവസ്ഥയിലാക്കിയത്. പക്ഷെ ഇവന് ഒരു മനുഷ്യന് മതം എത്രത്തോളം മോശക്കാരനാക്കുന്നത്. അപ്പൊ ഇവൻ വിചാരിച്ച് ഇവൻ സൗദിയിലാണ്, 2025 ഈ സംഭവം നടന്നത്. അപ്പൊ സൗദിയിലാണ്, ഇനിയൊന്നും നടക്കൂല, നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആള് നാട്ടിലേക്ക് വന്നു. മുട്ടം പോലീസ് പിടികൂടി, നിലവിൽ അറസ്റ്റിലാണ്. ഇനിയിപ്പോ ഇവന്റെ കാര്യം എന്നെ നോക്കിക്കോളും. അപ്പം ഇങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പറയാം, രാജ്യത്തിന് ഇവനൊക്കെ ഒരു തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദിയാ. കാരണം ഇവനെല്ലാം ആക്രമിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പറയുന്ന കാര്യം കാഫറുകളെ കൊല്ലുന്ന, എത്രത്തോളം മതം ഇവനെ നശിപ്പിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. എന്നിട്ടും പല ആൾക്കാരോട് പറയും ഒരു കുഴപ്പമില്ല മറ്റേന്നുള്ളത്. അപ്പം ഇവനെപ്പോലുള്ള തീവ്രവാദികൾ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണ്. ഇവനെപ്പോലെ ആളുകളെ സൂക്ഷിക്കണം. ഏത് നിമിഷം പൊട്ടിത്തെറിക്കും. ഇതിന് മതം പ്രധാന പങ്കാണ്. അന്ന് ഇവൻ ഈ കമന്റ് ഇട്ട സമയത്ത് പല ആൾക്കാരും അങ്ങനെയല്ല, സംഖ്യയാണ്, ഫേക്കാണ്, മറ്റാണെന്നൊക്കെ ന്യായീകരിച്ച് കുറെ മതേതര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവരെന്താ പറയുന്നത് നോക്കാം. ഇപ്പൊ പറയുന്നത് ഇവനൊരു മതമാണല്ലോ പറയുന്നത്, ഇനി മതത്തിൽ ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ ഇങ്ങനെയാണ്ട് മതത്തിന്റെ മറ്റേ എന്താ പറയുക കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പൊ ഇവൻ പറയുന്ന ഈ പ്രസ്തുത മതം ഇവൻ ഏറ്റെടുക്കുമോ, അതോ തള്ളി പറയോ, അതോ നിങ്ങൾ ന്യൂട്രൽ നിൽക്കുമോ? അയ്യോ ഞങ്ങളിത് കണ്ടിട്ടില്ല കേട്ടില്ല അറിയാത്ത പോലെ നിൽക്കുമോ, അതോ നിങ്ങൾ ഇവനെ തള്ളി പറയോ, അത് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? സ്വന്തം രാജ്യത്തെ നശിപ്പിക്കണം എന്ന് ആലോചിക്കുന്ന തീവ്രവാദ മനോഭാവമുള്ള തീവ്രവാദികളെ, നമ്മൾ IS ഒക്കെ പറയുന്ന പോലെ തീവ്രവാദികളായ ഇഷ്ടം പോലെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവരിങ്ങനെ ഉള്ളിൽ ഒളിഞ്ഞും പാത്തും നിൽക്കുക. നാട്ടിലും ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരെ പിടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അന്ന് ഈ സംഭവം നടന്ന ശേഷം ഇവന്റെ ഐഡിയ എല്ലാം ഒഴിവാക്കി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ യുവമോർച്ചയിലെ അദീന ഭാരതിയാണ് കേസ് കൊടുത്തതും ഈ കേസിന് അടിസ്ഥാനമായിട്ടാണ്. അപ്പൊ ഇവൻ നാട്ടിൽ വന്നറിയുമ്പോൾ വിചാരിച്ചാൽ എല്ലാവരും മറന്നു, പക്ഷെ പോലീസ് നോക്കി. ഇങ്ങനത്തെ കമന്റുകളും ഇങ്ങനെ രാജ്യദ്രോഹപരമായ രീതിയിൽ പെരുമാറുന്ന ആളുകൾ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യുക, എന്തായാലും റിസൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ 1-2 വർഷം. കാരണം ഇവരൊക്കെ ഈ പുറത്ത് നിന്നുകൊണ്ട് ഭയങ്കര ഞാൻ എന്തോ മറ്റേ സൗദിയിലാണ്, ഞാൻ ദുബായിലാണ്, ഞാൻ ഭയങ്കര സേഫാന്ന് വിചാരിച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ ഇതെല്ലാം അത്രത്തോളം നിങ്ങൾ ലോകത്ത് എവിടെയായാലും നിങ്ങൾ ലാസ്റ്റ് കുടുങ്ങും. പിന്നെ നിങ്ങൾ ഇനി പുറത്തിറങ്ങാനും ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഈ സമാധാന മതമാണ് വലുതെങ്കിൽ നിങ്ങൾ ആ സമാധാന മതത്തിന്റെ സ്ഥലത്തേക്ക് പോവുക. അത് ഇവിടെ കിടന്ന് എന്താ പറയാ സ്വന്തം നാട്ടിൽ ഉപ്പും ചോർന്നൊന്നും ഇവിടെ കിടന്ന് ഉണ്ടാക്കണ്ട. ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുക, വിഘടനവാദം സപ്പോർട്ട് ചെയ്യുക, രാജ്യത്തിനെതിരെ പറയാ, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു പാടാണ്. ഈ രാമചന്ദ്രൻ എന്നുള്ള ആൾ മരിച്ചതിന് ശേഷം അവരുടെ മോളായ ആരതി ന്യൂസുകാർക്ക് ഇന്റർവ്യൂ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിന്റെ അടിയിൽ പോലും തെറി വിളിക്കുകയും വളരെ മോശമായ രീതിയിൽ അവരെ കുറ്റം പറയുക, അതിന്റെ ഇടയിൽ കയറി തീവ്രവാദം പറയുക, ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഇപ്പോഴും ആ ന്യൂസിന്റെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആരതി എന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് അവിടെ കാണാം. അല്ലെങ്കിൽ അവരെ ചീത്ത പറയാം, അവരെ തെറി പറയാ, ഇന്ത്യക്കെതിരെ പറയാ. ഈ മനോഭാവം അത്ര നല്ലതല്ല. അവർ ആക്ച്വലി റിട്ടയർഡ് ആയിരുന്നു. അവർ ആക്ച്വലി വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് പെഹൽഗാം പോയത്. അപ്പോഴാണ് ഈ ഭീകരാക്രമണം നടക്കുന്നത്. കുറെ ആൾക്കാർ മരിച്ച കൂടുതൽ ഇവരെയും ഷൂട്ട് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തത്.